ഗൈസ് NH47 വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് ഞാനുള്ളത് നമ്മളെ YNSന്റെ വീട്ടിലാണ്. YNS എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. നമ്മളെ ഹാം റേഡിയോ ഫീൽഡിൽ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നതും അതുതന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഹാമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. നമുക്ക് ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഹോബീസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പോകാം. കമോൺ ഗൈസ്. ആളുണ്ടോ നോക്കാം നമുക്ക്. കല്യാണം കഴിഞ്ഞിട്ട് വന്ന വഴിയാണ്. അപ്പൊ ഇതാണ് YNS നൗഷാദി എന്നാണ് ഞങ്ങളെ അറിയിക്കുന്നത്. നമസ്കാരം. അപ്പം പുള്ളി ഒരുപാട് നാളായിട്ട് വളരെ സീനിയർ ഹാമാണ്. ഒരുപാട് നാൾ ഈ ഫീൽഡിലുണ്ട്. ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഒരുപാട് മറ്റു പല ഹോബീസും ഉണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. അപ്പൊ എന്തൊക്കെയാന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമോൺ ഗൈസ്. YNS നൗഷാദ് ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് പരിചയപ്പെടുത്താം വീട് കാര്യങ്ങൾ, അതുപോലെ തന്നെ വൈഫ് മക്കളെ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും തോന്നുന്നു. ഓക്കെ നിയാസെ, എൻ്റെ പേര് നൗഷാദ്. കോൾ സൈൻ YNS. തട്ടാമലയാണ് സ്വദേശം. ഞാൻ പിന്നെ സിവിൽ സപ്ലൈസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അവസാനം താലൂക്ക് സപ്ലൈ ഓഫീസറായിട്ടാണ് പെൻഷനായത്. കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹാം റേഡിയോ ഉള്ളതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 98 മുതലാണ് ഹാം റേഡിയോയിൽ വരുന്നത്, സജീവമായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹാം ഉണ്ടായിരുന്ന ഉള്ള ഒരു കുടുംബം ഏതാണെന്ന് ചെയ്ത് തന്നെയാണ്. കാര്യം ഞാനും വൈഫും ഉമ്മയും വാപ്പയും അനിയനും പിന്നെ പെങ്ങളും ഫുൾ ഫാമിലി, അതായത് ഒരു 12 പേരോട് എക്സാം എഴുതി 10 പേര് എക്സാം പാസ്സായി. പക്ഷെ അതിലിപ്പോ ആക്റ്റീവായിട്ടൊരു മാക്സിമം ഒരു 5 പേര് കൂടി ഇല്ല. ബാക്കി എല്ലാവർക്കും വിദേശത്തൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഹാം റേഡിയോയിൽ വരാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വൈഫ് എംപ്ലോയിഡ് ആയിരുന്നു. ജില്ലാ ലോട്ടറി ഓഫീസറായിട്ട് പെൻഷനായി. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മോനാണ്, അവൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അത് കഴിഞ്ഞ് മോള് BDS ആണ്. അവള് ഡോക്ടറായിട്ട് ഇവിടെ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുടുംബകാര്യങ്ങൾ. പിന്നെ എന്റെ ഹോബിയെ കുറിച്ച് പറയാനാണെങ്കിൽ, അതെ, ഹോബിയെ പറ്റി ഒരുപാടുണ്ട്. ഞാൻ അത് കേട്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. കാര്യം ഹോബിയെ കുറിച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹോബിയാണ്. ഹാം റേഡിയോ ഒരു ഹോബിയാണ്. അത് കൂടാതെ തന്നെ മറ്റു പല ഹോബീസും ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് YNSോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണുള്ളത് ഹോബി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാമ്പ് കളക്ഷൻ, ഏതാണ്ട് ഒരു 150 കൺട്രീസിന്റെ സ്റ്റാമ്പ് കളക്ഷൻ ഇന്ത്യയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെങ്കിലും കാണാത്ത ഒരു വിഷയമാണ് ബ്രോഷർ കളക്ഷൻ. അതായത് 80s മുതലുള്ള സ്ഥാപനങ്ങളുടെ ബ്രോഷർ, അല്ല വാഹനങ്ങൾ, എസ്പെഷ്യലി 2 വീലർ ആൻഡ് 4 വീലർ കാറുകളുടെയും ബൈക്കുകളുടെയും 80 കാലഘട്ടം മുതലുള്ള ബജാജ് ചേതക്കിന്റെ ബ്രോഷർ എന്റെ കയ്യിലുണ്ട്. ചേതക്ക്. അപ്പൊ അംബാസിഡർ കാറിന്റെ ഉണ്ട്. എന്റെ ഇല്ലാത്തത് ബെൻസിന്റെതാണ്. ബെൻസിന്റെ പൊതുവെ ഇല്ല. ബെൻസിന്റെ ഷോറൂം ഒക്കെ ഈ അടുത്ത എനിക്ക് എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. അത് എവിടെ അതിന്റെ ഷോറൂം ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ 2000 കോവിഡിന് ശേഷം അവര് പേപ്പർ ബ്രോഷർ കുറച്ച്. അപ്പൊ അത് കാരണം ഇപ്പൊ നമ്മള് ഫോട്ടോഷോപ്പ് അല്ല, ഈ പിന്നെ PDF ഫയലായിട്ടാണ് ബ്രോഷർ കിട്ടുന്നത്. അതും ഞാൻ ചില അത്യാവശ്യമുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ട് ഉള്ള വാഹനങ്ങളുടെ പിന്നെ മ്യൂസിക്. ഞാന് അതായത് ഒരു കോളേജ് പഠിക്കുന്ന കാലം മുതലേ പാട്ട് എഴുതുമായിരുന്നു. എഴുതുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ആദ്യം മ്യൂസിക് വരും. പിന്നെ ആ മ്യൂസിക്കിനനുസരിച്ചുള്ള പാട്ടുകൾ എഴുതി ചേർക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഒരു 10-20ഓളം പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലൊരു 6 പാട്ടോളം എന്റെ ഒരു സുഹൃത്ത് ഹാം റേഡിയോ ഓപ്പറേറ്റർ ഉണ്ട്, ആനന്ദ് വയനാട്. അദ്ദേഹം അത് ഓർക്കസ്ട്രേഷൻ ചെയ്തതാണ്. ഈ പാട്ടുകളെല്ലാം തന്നെ ഞാൻ എന്റെ ഗാനമാലിക TV GANAMAALI ഗാനമാലിക TV എന്ന ഒരു ചാനലുണ്ട്. അതിനകത്ത് ഞാൻ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഞാൻ
പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ എന്റെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ട്രാവൽ ടെക് മാനിയ എന്നുള്ളൊരു ചാനലാണ്. അതുപോലെ തന്നെ യൂട്യൂബറാണ്. ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. അപ്പം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. ഒന്നിൽ കൂടുതൽ ചാനലുകളുണ്ട്. ഈ ഹാം റേഡിയോയുടെ ബന്ധപ്പെട്ട ഒരു ചാനലാണ് ഈ ട്രാവൽ ടെക് മാനിയ എന്നുള്ളത്. അത് പലതരത്തിലുള്ള ആനിയാസും അതുള്ള പുള്ളിയുടെ ഷാക്കും അതിൽ തന്നെ പിന്നെ ഒരു എപ്പിസോഡാണ് ഹാമും ഹോമും എന്നുള്ളത് പരിപാടി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അത് ആയി പോകുമോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ചാനലിന്റെ കാര്യം അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹമാണ് ഇവിടെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം തോന്നുന്നു ഹാമും ഹോമും ഞാൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലേ? അല്ല, അങ്ങനെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ ഈ ഇൻട്രൊഡ്യൂസ് എനിക്ക് 10 പേരോളം ആൾക്കാരെ എനിക്ക് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 പേരുടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യണം. അപ്പൊ ഹാമും ഹോമും എന്നുള്ള സീരീസ് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് ഇവിടെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു റേക്കി പ്രാക്ടീഷണറാണ്. മരുന്നില്ലാത്ത ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. റേക്കി പ്രോഫറ്റ് മുഹമ്മദും ജീസസ് ക്രൈസ്റ്റും പോലുള്ള വലിയ വലിയ പിന്നെ സിദ്ധന്മാര് അവരൊക്കെ ചെയ്തതാണ് മരുന്നില്ലാത്ത ചികിത്സ. നമ്മൾ സ്പർശന ചികിത്സ എന്ന് പറയും. ലൈഫ് ഫോഴ്സ് എനർജി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും കാലക്രമേണ മാറ്റിയെടുക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നു. ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇനി തുടങ്ങണം. കാര്യം പെൻഷനായി കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോ അതിനകത്തോട്ടൊക്കെ വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ മെന്റലിസം പഠിക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷത്തിന്റെ കുറെ പാഠങ്ങളൊക്കെ പഠിച്ചെങ്കിലും പിന്നെ അത് ഒരുപാട് കാണാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് കണ്ടിന്യൂ ആണ്. പ്രാണി ഹീലിംഗിന് സ്പർശന ചികിത്സയില്ല. നമ്മളിങ്ങനെ പ്രാണി ഹീലിംഗിന്റെ ട്രീറ്റ്മെന്റ് ആണ്. എല്ലാം ഹോളിസ്റ്റിക് ചികിത്സകളാണ്. പ്രാണി ഹീലിംഗ്, റീക്കി എന്നൊക്കെ പറയുന്ന ഹോളിസ്റ്റിക് ചികിത്സകളാണ്. അതൊരു ശരിക്കും പറഞ്ഞാല് ഹീലർക്കും രോഗിക്കും പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാവണം. ഫലിക്കും. അപ്പൊ നമ്മളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഇങ്ങനെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് ആഗ്രഹം സാധിക്കാൻ പ്രോജക്ട് നമ്മളോടൊപ്പം അന്ന് നിൽക്കുമെന്ന് പറഞ്ഞു പോലെ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യം നടക്കും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇത്യാദി അസുഖങ്ങളെല്ലാം മാറ്റാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ഈ 7 ചക്രാസ് നമ്മൾ എനർജൈസ് ചെയ്യും. ഇങ്ങനെ കൈവച്ച് 3 മിനിറ്റ് വീതം ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എനർജീസ് ലൈഫ് ഫോഴ്സ് എനർജി നമ്മുടെ കയ്യിലൂടെ ആ ചക്രയിലെത്തും. ആ ചക്രയിൽ യഥാർത്ഥത്തിലുള്ള എനർജി കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരോ രോഗികളായിട്ട് വീക്കാവുന്നത്. പക്ഷെ ഈ എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചക്ര നല്ല തേച്ച് വരികയും നമ്മളുടെ അസുഖങ്ങൾ കുറച്ച് സഡൻ ആയിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്നവരുള്ള കിട്ടത്തില്ല. പക്ഷെ ഇറ്റ് മോർ ടൈം എങ്കിലും നമുക്ക് ഇത് മരുന്ന് കഴിക്കാതെ ഓരോരോ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് നമ്മളിവിടെ അത്ര വലിയ പിന്നെ പ്രാക്ടീസ് ആയിട്ട് വന്നിട്ടില്ലെങ്കിലും കൂടുതൽ അമേരിക്ക പോലുള്ള വലിയ വികസിത രാജ്യങ്ങളിലൊക്കെ ആദ്യം ഇവർ ഇതാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ കാര്യം എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് മറ്റേ മെഡിസിനിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു പ്രാണി ഹീലിംഗും റേക്കിയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. പിന്നെ യാത്രകളോടാണ് കൂടുതലും എനിക്ക് താല്പര്യം. ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട് ഓരോ കാഴ്ചകളും ഓരോരുത്തരും ഫോട്ടോസും കാര്യങ്ങളും. അതെ. പിന്നെ പൊതുവെ സിവിൽ പ്ലേസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കൂടുതലും ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള യാത്രകൾ ഒരുപാട് ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റും. പിന്നെ ഈ പാട്ടെഴുതുന്ന ഒരു അസുഖം പണ്ടേ ഉള്ളതാണ്. ഒരു 10-20ഓളം പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരു 5-6 ഗസലൊക്കെയാണ്. ഗസലിന്റെ രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ മ്യൂസിക്, പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പാട്ട് കേൾക്കുന്നതിന് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ മേക്ക് ചെയ്ത് നോക്കി. ഇക്വലൈസർ ഉള്ളതും ഇക്വലൈസർ ഇല്ലാത്തതും, പിന്നെ ടവർ ബോക്സും അല്ലാത്തതും, 2 പേഴ്സ് സ്പീക്കറും, സബ് വൂഫറും, അങ്ങനെ പല ടൈപ്പ് ഓഫ് മ്യൂസിക്. അല്ലല്ല, എല്ലാം ഞാൻ അസംബിൾ ചെയ്തിട്ടുണ്ട്. കാരണം അസംബിൾ ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പെർഫെക്ഷൻ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു കമേഴ്ഷ്യൽ സെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അവർ ആ കമ്പനിയുടെ ആ ഒരു സിസ്റ്റത്തിൽ മാത്രമായിരിക്കും. ഇത് നമുക്ക് ഇച്ചിരി ബാസ് വേണം, അല്ലെങ്കിൽ ബാസ് കുറച്ച് ട്രബിൾ കൂടുതൽ വേണം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബോർഡുകളും ഒക്കെ മേടിച്ചിട്ട്
നമ്മുടെ ഇവിടെ കൊല്ലത്ത് കസ്റ്റമൈസ് ചെയ്ത് അത് വെക്കാം. കസ്റ്റമൈസ് ചെയ്ത് തന്നെ നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഞാനില്ലാത്ത എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ചന്ദ്രത്തൊക്കെ ഒരു പയ്യനാണ്, അവനെ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോക്സും നമ്മൾ തന്നെ ഞാൻ അതിന്റെ TS പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഓരോ സ്പീക്കറും മേടിക്കുമ്പോൾ ആ സ്പീക്കർ TS പാരാമീറ്റേഴ്സ് ഇതിനെ പറ്റിയൊക്കെ നല്ല സ്റ്റഡി ചെയ്തിട്ട് പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഓരോ ഊബർ മേടിക്കുമ്പോൾ ആ ഊബറിന് ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര പൊക്കം എന്നൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അസംബ്ലി ചെയ്ത് ബോക്സ് അസംബ്ലി ചെയ്തില്ലെങ്കിൽ മുഴക്കം ഔട്ട്പുട്ട് അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. മുഴക്കം മാത്രമേ കാണൂ. നമ്മള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കലത്തിനകത്തൊക്കെ ഞാൻ സ്പീക്കർ വെച്ച് പാട്ട് കേട്ടു. ചീനഭരണി, ആ ചീനഭരണിയിലൊക്കെ സ്പീക്കർ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഹീറോയിൽ അന്നത്തെ കാലത്ത് ഹീറോ എന്നൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ നല്ല ഇമ്പമാണ് കേൾക്കാൻ. അപ്പൊ അതിന്റെ ബാസ് കേൾക്കാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന വലിയ ചീനഭരണിയുണ്ട്. ചീനഭരണിയുടെ ഭാവട്ടം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് പോയി സ്പീക്കർ അതിന് വേണ്ടി കൊണ്ടുവച്ചു. അല്ല, ഒരുപാട് ആൾക്കാർ ഞാനും കണ്ടിട്ടുണ്ട്. ഈ സെയിൽ അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ആ ഏരിയ മുഴുവൻ മുടങ്ങും, ഭയങ്കര ബാസ്. അങ്ങനെയൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഊബറും ട്യൂട്ടറും ട്രെയിനും സബൂഫറും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിഫറെന്റ് വേണ്ടൊരു 3 ജോഡിയോളം സ്പീക്കർ ഞാൻ അങ്ങനെ ചെയ്തു വെച്ചു നോക്കിയിട്ടുണ്ട്, പല ടൈപ്പ്. പിന്നെ അവസാനമായിട്ട് ചെയ്തതാണ് ഇത് കൂടാതെ കവർ ബോക്സ്. ചെയ്യുന്ന ഫാമിലിയിൽ വേറെ പ്രോബ്ലംസും വൈഫോ മക്കളോ അങ്ങനൊന്നുമില്ല. കാര്യം ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് വേറെ പൈസകളൊന്നും കളയുന്നില്ല, ചിലവാക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിലൊക്കെ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ എല്ലാവർക്കും പൊതുവെ സംഗീതത്തോട് ഇച്ചിരി താല്പര്യമുള്ളത് കൊണ്ട് മോളും നന്നായിട്ട് പാടും. അവര് അത്യാവശ്യം പാടും, പിന്നെ മോൾ അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു വിഷയമില്ല. പിന്നെ രാത്രി പാട്ടിടുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് ഇതെന്താണ് ഈ ഓർമ്മകൾ ഞാൻ വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ച സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു ചിന്തയാണ്. അതായത് നമ്മൾ കുറെ കൂടെ കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചലനരഹിതമായിട്ടൊക്കെ ഉള്ള അവസ്ഥ വന്നേക്കാം. ആ സമയത്ത് നമുക്ക് നമ്മളുടെ മെമ്മറീസ്, ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. ആ സമയം അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഫോട്ടോകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ന്യൂറോൺസ് ഒക്കെ ഓൺ ആവും. അപ്പൊ നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ഇന്നടുത്ത് ഞാൻ പോയ ഫോട്ടോ ആണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ പോയ സ്ഥലങ്ങളെ യാത്ര പോയ സ്ഥലങ്ങളെ പിക്ചേഴ്സ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ഫാമിലി ഫോട്ടോസും ഒക്കെ ഉണ്ട്, പഴയകാല ഫോട്ടോ. അതെ, എല്ലാം ഉണ്ട്. ഇതൊക്കെ എനിക്ക് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടമുള്ള സംഭവം സൺസെറ്റ് എടുക്കുക എന്നുള്ളതാണ്. എന്റെ കയ്യിൽ ഇത് വിനയപുരം ഒരു 2000-ലധികം സൺസെറ്റിന്റെ ഫോട്ടോ മാത്രമുണ്ട് എന്റെ. സൺസെറ്റിന്റെ ഒരു ദൗർബല്യമാണ് അങ്ങനെ ഫോട്ടോസ് അല്ല. അപ്പൊ ഇതന്നെ അങ്ങനെയുള്ള ഫോട്ടോസ് ആണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പോ നേപ്പാളിൽ ഞാൻ എടുത്ത ഫോട്ടോയാണ്. കുറെ കാലം നമ്മുടെ മെമ്മറി ഒക്കെ പോയെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് നേപ്പാളാണല്ലോ, നമുക്ക് ആ കാലഘട്ടത്തിലുള്ള ഒരു ഓർമ്മ വരുമ്പോൾ ആ ഓർമ്മകളൊരു സുഖകരമായ അനുഭവം നൽകുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഈ ഫോട്ടോ ഇതിപ്പോ 9 ആൽബം ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ 9 എല്ലാം ഡിഫറെന്റ് ഫോട്ടോസ് ഒക്കെയാണ്. ഇതിലൊരെണ്ണമാണ്. പിന്നെ ഇത് അടുത്തതാണ്. ഇങ്ങനെ 9 ആയിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്നതൊക്കെ നോക്കാം. ആയിരിക്കുന്നതാണ് അവിടെ ബാക്കി ഈ ക്യാമറയൊക്കെ വർക്കിംഗ് ആണോ? ആ ക്യാമറ വർക്കിംഗ് ആണ്. അത് ഫിലിം ക്യാമറയാണ്, നിക്കോൺ FG എന്ന് പറയും കേട്ടോ. ഇത് ഫിലിം ഇട്ട് ഞാൻ ഒരുപാട് കല്യാണം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണ്. നിക്കോൺ FG എന്നാണ് ഇതിന്റെ പേര്. ഇതൊക്കെ നിർത്തി അത് ഫിലിം ക്യാമറയാണ്. അതുപോലെ തന്നെ ഇത് വയനസാണോ നിൽക്കുന്നത്? അത് ഞാനാണ് 1984 എന്റെ വീഡിയോഗ്രാഫി കാലഘട്ടമാണ് നിങ്ങൾ ആ കാണുന്നത്. അന്ന് ഞാൻ മാധ്യമത്തിലെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ണി കോട്ടക്കൽ എന്ന് പറഞ്ഞ മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറുടെ പെങ്ങളുടെ മകളുടെ നൂലുകെട്ടിനെടുത്ത ഫോട്ടോയാണ്. അത് രാമകൃഷ്ണൻ ചെമ്മാട് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫറാണ് ആ ഫോട്ടോ. അപ്പൊ 84-ലെ ഫോട്ടോയാണ് ആ കാണുന്നത്. ഒരുപാട് പഴയ ഫോട്ടോസ്, അന്നത്തെ വീഡിയോഗ്രാഫും ഇന്നത്തെ വീഡിയോഗ്രാഫും നോക്കിയാൽ ഇന്ന് നിങ്ങൾക്ക് SLR മാത്രം മതി. അന്ന് ഈ VTR എന്ന് പറയുന്ന സാധനത്തിന് 2.5 കിലോ വെയിറ്റ് ഉള്ളത്. അതും തൂക്കിട്ടോ. അത് രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെ ഈ VTR തൂക്കിയിട്ടിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ. അത് ക്യാമറ മുകളിലും VTR താഴെ. അപ്പൊ ഇത് അന്ന് വലിയ ടാസ്ക് തന്നെയായിരുന്നു അന്നത്തെ ഒരു വീഡിയോഗ്രാഫറുടെ
ഇത് ജോലി ഇത് പിന്നെ സപ്ലൈ ഓഫീസറായിട്ട് ഇരിട്ടിയിൽ ഇരുന്നപ്പോ എടുത്ത ഫോട്ടോയാണ്. അതായത് 2017-18 കാലഘട്ടത്തിലായിരുന്നു ഞാൻ അവിടെ ഇരിട്ടി കണ്ണൂർ സപ്ലൈ ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഫോട്ടോ. ഇത് ചെയ്യുമ്പോ റിട്ടയർഡ് ചെയ്യുമ്പോ എവിടെ നിന്നായിരുന്നു? ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിലെ സിവിൽ സപ്ലൈസിന്റെ ഡയറക്ടറേറ്റ് ഇരുന്നാണ്. കാര്യം 3 മാസം പെൻഷൻ ആവാനായിട്ട് 3 മാസം ഉള്ള ഒരു സമയത്ത് ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് നേരെ തിരുവനന്തപുരത്ത് വന്നു. കാരണം പെൻഷൻ പേപ്പറൊക്കെ റെഡിയാക്കണമെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിൽക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്. ഇതാണ് ഫുൾ ഫാമിലി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഫുൾ ഫാമിലി. വൈഫും അർഷിൻ ആൻഡ് അനുഷ, അതാണ് മക്കളുടെ പേര്. വൈഫിന്റെ പേര് സെലീന എന്നാണ്. ഇതെന്താണ് ഒരു ക്യാമറ ഒക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഫോട്ടോ? എന്താണ് ഇത്? ഞങ്ങള് പിന്നെ കുറെ അധികം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഞങ്ങളുടെ സിവിൽ സപ്ലൈസിൽ ഒരു ആഡ് ചെയ്യേണ്ട വന്നു. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് ക്യാമറ ചെയ്തു. ക്യാമറ ചെയ്ത പിന്നെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നപ്പോ തന്നെ ചോദിക്കണത് ഇതെന്താണ് സംഭവം? ഇത് സിഗിൽസ് എന്ന് പറയും. SIGILS. ഇത് പുരാതനമായിട്ട് പണ്ട് പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിമ്പിൾസ് ആണിത്. ഇത് നമ്മളുടെ നെഗറ്റീവ് എനർജി മാറ്റാനും അതുപോലെ തന്നെ പിന്നെ പണത്തെ ആകർഷിക്കാനും അങ്ങനെ അസുഖമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകാനും നമ്മുടെ അസുഖങ്ങളൊക്കെ മാറാനും ഒക്കെ ഇങ്ങനെ ഇത് കുറെ ഒരു നിഗൂഢ രഹസ്യ ഭാവമുള്ള സംഗതിയാണ്. അപ്പൊ ഇത് കൂടുതൽ ഈജിപ്തുകാരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രത്യേകത എന്ന് വെച്ചാല് പലരും കാണിക്കുന്ന ഇപ്പം വീട്ടുകളിൽ തോക്കുന്നുണ്ട്, ഐശ്വര്യവും സമ്പത്തും ഒക്കെ വരുന്നതിന് വേണ്ടി ഇടാനാന്ന് പറഞ്ഞ് പലരും. ഈ ഫോട്ടോ അല്ല, 9 കുതിരയാണ് ഇപ്പൊ നമ്മള് 9 കുതിരയും 9 ഡ്രാഗണും 99. കഴിഞ്ഞ ജൂണിന് ശേഷം നമ്മൾ ഈ ഫോട്ടോയാണ് തൂക്കേണ്ടത്. എല്ലാവരും 7 കുതിരയും 7 പക്ഷികളും ഉള്ള ാണ്. അത് ഇനി തൂക്കാൻ പാടില്ല. ഇത് 2040 വരെ ഈ പടമാണ് നമ്മൾ വീടുകളിൽ തൂക്കേണ്ടത്. ഇത് ഫെങ്ഷു പ്രകാരമുള്ള ഒരു ചിത്രമാണ്. ഇത് ചൈനക്കാരുടെ ഒരു വിശ്വാസമാണ്. ഇത് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനീഷ് എന്ന് പറയും, അദ്ദേഹത്തെ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാണ്. ചൈനീസ് ആചാരപ്രകാരമുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തെ ഐശ്വര്യം, സമ്പത്ത്, സമാധാനം ഒക്കെ വരും എന്നുള്ളതാണ്. ഭാഗ്യം വരും എന്നൊക്കെ പറയുന്നത്. അതുണ്ട്. ഓരോരുത്തരുടെ വീടിന്റെ അനുസരിച്ചിരിക്കും. നമ്മൾ കൂടുതലും കഴിയുന്നതും തെക്ക് വശത്തായിട്ട് വീടിന്റെ പിന്നെ പ്രധാന സ്വീകരണ മുറിയുടെ കിഴക്ക് വശത്ത് പടിഞ്ഞാറേ മൂലയോട് ചേർത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. പലരും ഇപ്പോഴും 7 കുതിരയുടെ പടം വെച്ചിട്ട് അത് വെക്കരുത്, അത് ഇനി വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാ വരിക. 9 കുതിരയുടെ പടങ്ങൾ, 9 കുതിരയും 9 ഡ്രാഗണും 99 എന്നുള്ള നമ്പരും ഇത് 3 കൂടെ ചേരുവാണെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് വെച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഷാക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിരിക്കും. നമുക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന IASന്റെ ഷാക്ക് ആണ്. ഇത്ര സീനിയർ ഹാമായിട്ടുള്ള ഒരാളുടെ ഷാക്ക് നമുക്ക് കണ്ടാലോ? ഇതാണ് എന്റെ ഷാക്ക്. ഷാക്ക് എന്ന് പറയുമ്പോൾ ഹാം റേഡിയോയും ഫോട്ടോഗ്രാഫിയും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും എല്ലാം കൂടെ ചേർന്ന ലൈബ്രറി എല്ലാം കൂടെ ചേർന്ന റൂമാണ്. അതിനുവേണ്ടി മാത്രം സെറ്റ് ചെയ്ത ഒരു റൂമാണ്. എന്റെ ക്രിയേറ്റിവിറ്റി, റീഡിങ്, ലെഷർ ടൈം എല്ലാം ഇവിടെയാണ് ഞാൻ ചെലവഴിക്കുന്നത്. വരുമ്പോ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്യുന്നത് ഈ ഒരു സംഭവം ഗ്രാമഫോൺ. അത് ഞാൻ ഒരുപാട് തിരക്കി നടന്ന് കോട്ടയത്ത് നിന്ന് സംഘടിപ്പിച്ചൊരു സാധനമാണ്. അത് ആ ഡിസ്ക് പാടുന്ന ഡിസ്ക് തന്നെയാണ്, വർക്ക് ചെയ്യുന്ന ഡിസ്ക് തന്നെയാണ്. ആ ഒരു ഡിസ്കേ ഉള്ളൂ. അതുപോലെ ഇത് എന്തൊക്കെയാണെന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇത് അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ ഇതിനകത്തൊന്നും ചുരണ്ടിയ പുകയൊന്നും വരത്തില്ല. ഓക്കെ. പിന്നെ ഇത് വലംപിരി ശംഖാണ്, അറിയാമല്ലോ. വലംപിരി ശംഖിന്റെ പ്രത്യേകത അറിയാമല്ലോ. പിന്നെ ഇത് ഫെങ്ഷു പ്രകാരമുള്ളതാണ് ആമ, കിഴക്ക് ദിക്ക് വടക്കിലോട്ട് നോക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ ഹാം റേഡിയോയുടെ സ്പീക്കറാണ്, എക്സ്റ്റേണൽ സ്പീക്കറാണ്. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇതും എക്സ്റ്റേണൽ സ്പീക്കറാണ്. ഇത് പണ്ട് പോലീസുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് അവര് എടുത്ത് കളഞ്ഞപ്പോ നമ്മൾ എടുത്തുകൊണ്ട് സ്പീക്കറെ വെച്ച് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ഇത് VHF ബേസ് സ്റ്റേഷൻ എന്ന് പറയും. അപ്പൊ ഇതിന് ബേസ് സ്റ്റേഷൻ സാധാരണ ഹാൻഡി എന്ന് പറയുന്ന സെറ്റിന് ഹാൻഡിക്ക് 5 വാട്ടേ കാണത്തുള്ളൂ. ഇതിൽ ബേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 25 മുതൽ ഒരു 60-70 വാട്ട് വരെ വരുന്നുണ്ട്.
ഇത് ഒരു കമ്പനി ഐകോം, ഇതൊരു വേറൊരു കമ്പനി അലിൻകോ. ഇത് 2 സെറ്റാണ്. പിന്നെ ഇത് ടെക്നിക്സ് ഇത് രണ്ടും VHF ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് VHF ഇവിടെ ഇരിക്കുന്നത്. ഇത് കെന്നൂട്ടിന്റെ ആണ്. ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിലിറ്ററി സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. എന്നുവെച്ചാൽ താഴെ വീണാലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാത്ത മിലിറ്ററി സ്പെസിഫിക്കേഷൻ ഉള്ള സാധനമാണ്. പിന്നെ ഇത് രണ്ടും ഇതിന്റെ പവർ കൊടുക്കുന്ന സാധനമാണ്, പവർ സപ്ലൈ ആണ്. ഇത് രണ്ടും അലിൻകോയുടെ ആണ്. HF-നും VHF-നും ആയിട്ട് സെപ്പറേറ്റ് 2 പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് ഒരു 5.1 സെറ്റ് ആണ് ടെക്നിക്സ്. ഇത് നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിൽ 5.1 ആണ്. ഇതിന് ഡോൾബി ഡിജിറ്റൽ പ്രോലോജിക് ഒക്കെ ഉള്ളതാണ്. അതിന്റെ സ്പീക്കറാണ് ഇത്. നടുക്കിരിക്കുന്ന സ്പീക്കർ, ഇത് 2 സൈഡ്, ഇത് ബാക്കിൽ കൊടുക്കേണ്ടതാണ്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ബാക്കിൽ കൊടുക്കുന്നില്ല. അങ്ങനെ 5 പിന്നെ 5.1 ആണ് ആ സെറ്റ്. മൈക്കൊക്കെ എന്താ ഇവിടെ ഞാൻ പാട്ട് പാടാറുണ്ട്. എനിക്കൊരു ചാനലുണ്ട്. ഞാൻ നേരത്തെ അതിനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഗാനമാലിക എന്നൊരു ചാനലുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉള്ള സംഗതിയാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഫോസി ആഡിയോയുടെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പിന്നെ ആംപ്ലിഫയർ ആണ്. കുഞ്ഞൻ ആംപ്ലിഫയർ ആണ്. പക്ഷെ 50+50 കിട്ടും. ഭയങ്കര പെർഫോമൻസ് ആണ്. സബ് ഊഫർ കൊടുക്കാൻ പറ്റുന്ന അതും കൂടെ ഉള്ളതാണ്. സബ് ഊഫറിന്റെ വോളിയം കൺട്രോളുള്ളതാണ്. പിന്നെ ഓക്സ് കൊടുക്കാം, പിന്നെ ബ്ലൂടൂത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ളൊരു ആംപ്ലിഫയർ ആണ്. സൂപ്പർ പെർഫോമൻസ് ആണ്. ഇത് ചൈനയുടെ സാധനമാണ്. പക്ഷെ നല്ല പെർഫോമൻസ് ആണ്. കാരണം നമ്മൾ ഒരു 8,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ സാധനം 3 ദിവസത്തിനുള്ളിൽ ആമസോണിൽ നിന്ന് വീട്ടിൽ അതായത് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ വേണ്ടി പുറകെ നടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം നിങ്ങൾക്ക് സെറ്റ് വീട്ടിൽ കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു MP3 പ്ലേ ചെയ്യാനായിട്ടൊരു പിന്നെ പ്ലെയർ വേണം. അതാണ് ഇത്. പിന്നെ പ്രോജക്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞ പോണ്ടിച്ചേരിയിലുള്ള ഒരു ഗ്രൂപ്പിന്റെ പിന്നെ MP3 പ്ലെയർ ആണ്. എന്ന് വെച്ചാൽ USB പ്ലേ ചെയ്യാൻ നമുക്ക് ഇതിന്റെ ഔട്ട് എടുത്ത് ഈ ആംപ്ലിഫയർ കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. ഇതിലൂടെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ പിന്നെ ഈ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഡയറക്റ്റ് കൊടുത്ത് പാട്ട് കേൾക്കാം. പിന്നെ ഇതിന്റെ ഔട്ട് എടുത്ത് ഇതിന്റെ ഇൻപുട്ട് കൊടുത്താലും പറ്റും. പിന്നെ ഇതിനകത്ത് ആക്സ് കൊടുക്കാൻ പറ്റും. ഇത് സെറ്റായിട്ട് ഇവിടെ വെച്ചിരിക്കുക. അതിന്റെ ഉള്ള സ്പീക്കറുകളൊക്കെ താഴെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇതിപ്പം ഇതിനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ ഇത് ചെയ്തപ്പോഴാണ് എല്ലാം ചെയ്തതാണ്, ജയിക്കുന്നതാണ്. സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് 2 ഊഫറും ഒരു മിഡ് റേഞ്ചും ഒരു ട്യൂട്ടറുമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ എൻക്ലോസ്ഡ് ആണ്. ഇതിൽ ഒട്ടും എയർ പുറത്തു പോകുന്നില്ല, മൊത്തം അടച്ചു വെച്ചിരിക്കുന്നതിന്റെ അകത്ത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാൽ 2 ടൈപ്സ് ബാസ് എന്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 2 സ്പീക്കറാണുള്ളത്. ഇത് പിന്നെ ഇത് എന്റെ ഹാം റേഡിയോ മെയിൻ ആയിട്ടുള്ള HF ട്രാൻസീവർ ആണ്. ഇത് യാഷുവിന്റെ FT-DX10 എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വാട്ടർഫാൾ ഡിസ്പ്ലേ ആണിത്. അപ്പൊ ഇത് എന്താ കോസ്റ്റ് വരും? ഇതിന് 1.5 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഇത് പിന്നെ 100 വാട്ടിന്റെ സെറ്റപ്പ് ആണ്. പിന്നെ ഇതിന്റെ ലീനിയർ ആണ്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണിത്. ഇത് സാധാരണ ഇതിന് ഷിപ്പിൽ വരുന്ന സാധനമാണ്. ഇപ്പൊ ഷിപ്പെല്ലാം പൊളിച്ചപ്പോ പണ്ട് കിട്ടിയ സെറ്റാണിത്. ഇപ്പൊ ഷിപ്പ് പൊളിക്കുന്നില്ല. ഇതെല്ലാം ഫുൾ വർക്കിംഗ് ആണ്. അത് ഇതിന്റെ പവർ സപ്ലൈ ആണ്. ഇത് ഒരാളെടുത്താൽ പൊങ്ങത്തില്ല. 32 കിലോ ഉണ്ട് ഇതിന് വെയിറ്റ്. മനസ്സിലായോ? അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണത്. പിന്നെ ഇത് നമ്മൾ പാട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോണിറ്റർ ആണ്. ഇത് മാക്കി പാട്ട് പാടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഇത് വേണമല്ലോ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണത്. പിന്നെ വന്നിട്ട് ഇത് നമ്മളെ നോർമൽ നമ്മള് സാധാരണ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഇവിടെ കൊല്ലത്തൊരു പിന്നെ ഒരു ഹാമുണ്ട്, FLW എന്നാണ് കോൾ സൈൻ. പുള്ളിയുടെ പേര് നിയാസ് എന്നാണ് പേര്. പുള്ളിയാണിത് ചെയ്ത് തന്നത്. ഈ നിയാസ് എന്ന് പറഞ്ഞ പഹയനാണ് ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആണിത്. ഇവിടെ ആകുമ്പോൾ ഇതിന് ഈ ആംപ്ലിഫയർ ഉണ്ടാക്കി എനിക്ക് 32,000 രൂപീസ് ചിലവായി.
ഒരു സിംഗിൾ ആംബിന് സിംഗിൾ ആംബിലാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു 18 കിലോ വെയിറ്റ് ഉണ്ടല്ലോ. അത്രയും പവർഫുൾ. ട്രാൻസ്ഫോമറിന് മാത്രം 7 കിലോ വെയിറ്റ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് അത്രയും സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്പീക്കർ സെറ്റ് ഏതൊക്കെയാ? ഇതിന്റെ സ്പീക്കർ ഇതാണ്. ഇതിന്റെ സ്പീക്കർ ഇതാണ്. ഒന്നിത് ഒന്നാല്, ഒന്ന് ഇവിടെയും ഒന്നാല്. ഇത് നമ്മൾ ചെറിയ സ്പീക്കറിന് വലിയ ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ട്. ചെറിയ ആംപ്ലിഫയറിന് വലിയ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് കാണാനുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സബ്വൂഫറാണ്. JBLന്റെ 12 ഇഞ്ച് സബ്വൂഫറാണ് ഇരിക്കുന്നത്. പൊടിയൊക്കെ കയറി ഇരിക്കുകയാണ്. കുഴപ്പമാണ്, അതാണ് സംഗതി. ഇതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അല്ല, അതിവിടെ ഇട്ട് കഴിഞ്ഞാല് ജനലൊക്കെ പൊട്ടിപ്പോകും. കാരണം അത്ര മാത്രം ഔട്ട്പുട്ട് ആണ്. മ്യൂസിക് എക്യുപ്മെന്റ്സ് ആണല്ലോ. ഞാൻ ഓരോ റൂമിലും ഓരോ ആംപ്ലിഫയർ ഉണ്ടാക്കി വെച്ചു. ഓരോ റൂമിലും ഓരോ ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് കിട്ടത്തക്ക രീതിയിലാണ്. എല്ലാത്തിനകത്ത് ഇക്വലൈസർ ഉള്ളതുണ്ട്, സബ്വൂഫർ ഉള്ളതുണ്ട്, സബ്വൂഫർ ഇല്ലാത്തതുണ്ട്. അങ്ങനെ 3 സ്പീക്കർ ഉള്ളത്, 2 സ്പീക്കർ ഉള്ളത്. പല സമയത്തും പല രീതിയിലുള്ള പാട്ടുകൾ കേട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ത്വര ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നിർമ്മിച്ചു വന്നാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന കമേഴ്ഷ്യൽ സ്റ്റീരിയോ എന്ന് പറഞ്ഞത്, സോണിയുടെ. അപ്പൊ ഇതിന്റെ DVD ഒന്നും ഇറക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് MP3 പ്ലെയർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മോഡ്യൂൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ബ്ലൂടൂത്തും എല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്പീക്കറാണ് ഈ ഇരിക്കുന്നത്. 2 സ്പീക്കർ ഇരിക്കുന്നത്. ഇതാണ് വൈനസിന്റെ ഷാർക്ക് എന്ന് പറയുന്നത്. വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ബാക്കി പരിപാടികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ തന്നെയാണ് വീഡിയോയുടെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അല്ല, ഇത് സ്റ്റുഡിയോ റൂം മേളുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. മോഡലാണല്ലേ സ്റ്റുഡിയോ സെറ്റ് ചെയ്തത്? അതെ, മോഡലാണ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് സ്ക്രീനൊക്കെ ഉണ്ടല്ലോ, ഗ്രീൻ സ്ക്രീൻ ഉണ്ട്. ഇതാണ് നമ്മളെ വൈഎൻഎസ് ചാനലിൽ കാണുന്ന വീഡിയോ ആണെല്ലാം നോക്കിയോ. ഇതാണ് സ്റ്റുഡിയോ സെറ്റപ്പ്. എന്താ ട്രൈപോഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യേ? ക്യാമറ സ്റ്റാൻഡ് വെച്ചിട്ട് ട്രൈപോഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യും. ഇപ്പൊ ഒന്നും കൂടെ സുന്ദരനായിട്ടുണ്ട്. ലൈറ്റ് വന്നോണ്ടായിരിക്കും. അതെ അതെ, ഇതാണ് എന്റെ. പിന്നെ വൈഎൻഎസ് ഇവിടെ കുറെ സെറ്റാണ് കാണുന്നത്. ഇവിടെ കുറെ സാധനങ്ങളുള്ളതെന്ന് വെച്ചാല് ഇതെല്ലാം എന്റെ ആന്റിക് കളക്ഷൻസ് ആണ്. ഓക്കെ, പിന്നെ വിന്റേജ് സെറ്റുകളാണ് ഇതെല്ലാം. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാലും ഒരു സ്പീക്കറും ഒരു അത് സ്പീക്കർ ഒരു ദൗർബല്യം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്റെ ഹോം തിയേറ്റർ ആണ്. അതിന്റെ സ്പീക്കറാണ് 2 സൈഡിലും ഇവിടെയൊക്കെ കാണുന്നത്. അതിന്റെ സബ്വൂഫറാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സോണിയുടെ ആണ്. സോണിയുടെ TV, സോണിയുടെ സബ്വൂഫർ തന്നെയാണ്. ഇത് മേടിക്കാൻ കാരണം മോൻ പണ്ട് സോണിയില് ജോലിയായിരുന്ന സമയത്ത് മേടിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്ന ജിയോ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം 5.1 ആണ്. അപ്പൊ ശരിക്കും നമുക്ക് 5.1 സിനിമ തിയേറ്ററിൽ കാണുന്നപ്പോ ഒരു കുതിര ലെഫ്റ്റ് നിന്ന് റൈറ്റോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫീലോട് ജിയോ ഫൈബർ എടുത്താലുള്ള പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മിക്കവാറും കാണുന്ന എല്ലാം തിയേറ്ററിന്റെ അതേ എഫക്ട് കിട്ടും. അതിന്റെ ഒരു സ്പീക്കറാണ് അത്. പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് സംഭവം 5.1. ഇതെല്ലാം വല്ലപ്പോഴൊക്കെ ഇത് കാണും എന്നുള്ളത് കംപ്ലീറ്റ് ഇവിടെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. കറക്കവും എഴുത്തും എല്ലാം കൂടെ വലിയ പാടാണ്. പിന്നെ ഇതൊരു ആംപ്ലിഫയർ ആണ്. ഇതൊരു 30+30 കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഇതല്ലേ, ഇതും ചെയ്യിപ്പിച്ചാണോ? ഇതെല്ലാം ചെയ്യിപ്പിച്ച ഫ്രണ്ട് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് ചന്ദ്രതോപ്പിലൊരു കടയുണ്ട്. അവിടെ പയ്യനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാനേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ആംപ്ലിഫയറോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ വൈഎൻഎസിന് നമ്പർ കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ ആരെങ്കിലും വിളിക്കാനുള്ള ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യുക. ഈ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സെറ്റാണ്. ഇതും ആന്റിക്, പഴയ ആന്റിക് ആണ്. സോണിയാണ്. ഇതിനകത്ത് ഞാൻ മൊഡ്യൂൾ കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്ദരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഈ സോണി വേണ്ട എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഈ ഒരു സാധനം 5.1 അങ്ങനെ എന്തായാലും ഞാൻ തപ്പിപ്പിടിച്ച് ഒപ്പിച്ച് 5.1 നല്ല രസം. അതിനകത്ത് പാട്ട് കേൾക്കാം. ക്വാളിറ്റി ഭയങ്കരമാണ്. അതെന്താണ് ഹാൻഡി ആണോ? ഇതൊരു ഹാൻഡിയാണ്. ഇത് പണ്ട് എനിക്ക് എന്റെ ബ്രദർ കൊണ്ട് തന്നാണ്. മോട്ടോറോളയാണ്. ഇത് വർക്ക് ചെയ്യത്തില്ല. അതിന്റെ ബാറ്ററി ഒക്കെ പോയി. ഒരുപാട് പഴയ മോഡലായത്. ഇപ്പൊ ഇങ്ങനത്തെ മോഡലൊന്നും നല്ലത്.
ഇത് 3GB 300 എന്ന് പറഞ്ഞാൽ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടബിൾ, അത് ഹാൻഡി ആണ്. GM 300 എന്ന് പറഞ്ഞാൽ മൊബൈൽ ബേസ് സ്റ്റേഷൻ ആയിരിക്കും, അതിന് വാട്ട് ടൈം കൂടുതൽ. ഇതിൽ 5 വാട്ടേ കാണത്തുള്ളൂ, മറ്റേത് 25 വാട്ട്. ഇതാണ് ഷാക്ക്. ഇതാണ് എന്റെ സോറി പിന്നെ സ്റ്റുഡിയോ അല്ല, ശരിയാ, ഷൂട്ടിംഗ് ഇതാണ്. മറ്റൊരു ഷാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ഷാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആണ് എന്റെ പാപ്പായും ഉമ്മയും. പുള്ളി ASI ആയിട്ടാണ്. പിന്നെ മറ്റേത് ഉമ്മ മുനിസിപ്പൽ കോടതിയില് സൂപ്രണ്ടായിരുന്നു. പാപ്പ ASI ആയിരുന്നു. ഇതെന്റെ ഒരു വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കുറെ പിന്നെ എക്സ്പെരിമെന്റ്സും എന്റെ കളക്ഷൻസും ഒക്കെ വെക്കുന്ന ഒരു റൂമാണിത്. ഇതെല്ലാം വലിച്ചുവാരിയൊക്കെ ഇട്ടിരിക്കുകയാണ്. വർക്ക്ഷോപ്പ് ആകുമ്പോ അങ്ങനെയാണല്ലോ. ഇത് ഇത്രയും എന്റെ പിന്നെ കളക്ഷനാണ്. അതായത് യാത്രാ മാഗസിനാണ്. അതായത് ആദ്യത്തെ യാത്രാ മാഗസിൻ മുതൽ ഈ മാസം ഇറങ്ങിയ യാത്രാ മാഗസിൻ വരെ ഉണ്ട്. ഈ മാസം ഇറങ്ങി താഴെ ഇരിക്കുകയാണ്. ഇത് മൊത്തം യാത്രാ മാഗസിന്റെ കളക്ഷനാണ്. മാതൃഭൂമിയുടെ. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ഒരു സംഗതി യാത്രകൾക്ക് വേണ്ടി യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതുന്നു. അതായത് ഈ ഓരോ മാഗസിന്റെയും ക്രോഡീകരിച്ച് അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രം എഴുതിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പേര് യാത്രകൾക്ക് വേണ്ടി ഒരു യാത്ര എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇത്രയും മാഗസീൻ അതിൽ പകുതിയോളം എഴുതി തീർത്തിട്ടുള്ളൂ, ബാക്കി ഇനി ഇരിപ്പുണ്ട്. അത് തുടങ്ങിയത് 92 കൊണ്ടാണ്. അന്നത്തെ ആദ്യത്തെ യാത്രാ മാഗസിൻ മുതൽ ഇന്നേ വരെയുള്ള കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രോഷറിന്റെ കളക്ഷന്. നേരത്തെ പറഞ്ഞ ബ്രോഷർ കാറുകളുടെയും വാഹനങ്ങളുടെയും ഒക്കെ എന്ന് പറഞ്ഞു ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കളക്ഷന്റെ ബ്രോഷറിന്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ. ക്യാമറയുടെ ഉണ്ട്. പിന്നെ അതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ പത്രത്തിലൊക്കെ വരുമ്പോൾ അത് ഞാൻ വെട്ടിയെടുത്തിട്ട് അത് ഫോട്ടോ എടുക്കും, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് ഞാൻ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് ബുക്കാക്കും. അങ്ങനെയുള്ള കുറേ അധികം ബുക്കുകൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം അങ്ങനെ ചെയ്ത സാധനങ്ങളാണ്. പിന്നെ അതാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഈ നമുക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികൾ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു പേജ് പിന്നെ എടുത്തിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കയറ്റിട്ട് ബൈൻഡ് ചെയ്യും. ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് ഓൾ ഓവർ ഇന്ത്യ ആണോ കേരളം മാത്രമേ? കേരളമല്ല, ഈ ഓൾ ഓവർ ഇന്ത്യയാണ്. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിനെ കുറിച്ചാണ് കൂടുതൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് യാത്രകൾ കേരളത്തിലാണല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എന്റെ കളക്ഷൻ. ഇത് ഓരോരോ സെറ്റ് മേടിക്കുമ്പോഴും കിട്ടുന്ന കേബിൾസ് എല്ലാം കൂടെ കളക്ട് ചെയ്തു. ഇത് ഏത് ഹാംസിന്റെ വീട്ടിൽ പോലെ ഇതുപോലെ കുറെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകിച്ച് ഒരു ആന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് എന്ന് പറയുന്നത് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ആന്റിനയാണ്. ഹാമുകൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് ഇത്. നമ്മളിപ്പോ വരാൻ പോകുന്ന ഹാം ഫെയറിൽ ഇത് കൊണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു ഹാമാണ്, സനൽ എന്നാണ് പേര്. അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇതിനെ പറയുന്നത് കണ്ടില്ലയോ, കോഡ്, സിംഗിൾ എലമെന്റ് കോഡ് എന്ന് പറയും. ഇത് നമ്മൾ പിറ്റ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നല്ല ഗെയിൻ ആയിരിക്കും ഈ സാധനം. ഇതങ്ങനെ ഇതുപോലെ കേസിനകത്തിട്ടാണ് തരുന്നത്. നമ്മൾ പോകുന്നിടത്തൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇത് അലൂമിനിയം ആണോ? ഇത് അലൂമിനിയം മെറ്റീരിയൽ ആണ്. ഇതിന്റെ വില 1600 ആണ് ഇതിന്റെ വില. ഇതിപ്പോ ഹാമീറ്റിൽ ഈ സാധനം വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ മേടിക്കാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാ ഹാമുകളും ഒരെണ്ണം മേടിച്ച് വെക്കുന്നതല്ല. കാരണം നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴേ ചുമ്മാ കിടക്കുന്ന റൂമിൽ തൂക്കിയിട്ടാൽ മതി. തൂക്കിയിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതെന്താ ഇവിടെ കുറെ സ്പീക്കർ ഇവിടെയും. ഇത് എന്റെ പിന്നെ സോൾഡറിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു റൂമാണ്. അപ്പൊ ഇവിടെയും 2 സ്പീക്കർ ഉണ്ട്. ഇത് സോണിയുടെ ആണ്. ഇതിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത്, 2 സ്പീക്കർ. ഇതിനകത്ത് MP3 പ്ലെയർ കൊടുത്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. വർക്ക് ചെയ്യുമ്പോഴും പാട്ട് കേട്ടോണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് G-Starന്റെ ഒരു MP3 പ്ലെയർ പ്ലസ് ആംപ്ലിഫയർ ആണ്. ഇതിന്റെ വില 4000 രൂപ. 4000. ഇത് എത്ര വാട്ട്സ് ആയിരുന്നു? ഇത് 30+30. അത് RMS ആണ്. PMPO വരുമ്പോഴത്തേക്കാണ് 150. ഇത് ഞാൻ നിർമ്മിച്ച ഒരു ആംപ്ലിഫയർ ആണ്. വളരെ കോമ്പാക്ട് ആയിട്ട് എന്റെ ഒരു ഫണ്ടിന് കൊടുക്കാന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോഴത്തേക്ക് അയാൾ ഗൾഫിൽ പോയി. അങ്ങനെ ഇവിടെ ഇരുന്നു. 2.1 അല്ലേ? ഇത് 2.1 ആണ്. സബ് ഊഫർ ഉണ്ട്. അതിന്റെ സബ് ഊഫറാണ് ഈ ഇരിക്കുന്നത്. ചെറുത്. ചെറുത്.
ഇത് കമേഴ്ഷ്യൽ സ്പീക്കറാണ് 10 വോട്ടിൻ്റെ. 10 വോട്ടിന്റെ. പിന്നെ എനിക്കൊരു ബുക്കിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. കുറച്ച് താഴെയും കുറച്ച് ഇവിടെയാണ്. താഴെ കണ്ടായിരുന്നു. ഇത് കുറച്ചല്ലല്ലോ, ഇത് ഒരുപാടുണ്ടല്ലോ. ഇതിന്റെ അകത്ത് ഓരോ ലെയർ അകത്തൂടെ ഇരിക്കും. ഇതിന്റെ ഇടയിൽ കൂടെ കാണാം. അതില്ല, അടുത്ത ഓരോ ലെയർ. അപ്പൊ ഇതാണ് പറഞ്ഞ ഹോബീസും വെറൈറ്റി ആയിട്ടുള്ള ഹോബീസും. അതുകൊണ്ടങ്ങനെ ഇതിപ്പോ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ഈ നോക്കുന്ന സെറ്റുകൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ എല്ലാ റൂമിലും അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തും സ്റ്റുഡിയോയിലും ഷാക്കിലും എല്ലാം സെറ്റ് ചെയ്യാൻ എന്തായാലും അതും പല വെറൈറ്റി ആയിട്ടുള്ള. ഒരിടത്ത് എന്താ പറയുന്ന ഹോംബ്രൂ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് സോണിയുടെ സെറ്റ്, അടുത്തടുത്ത് വേറെ എനിക്കറിയത്തില്ല എന്തിന്റെയൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതാണ് എന്റെ ഡ്രോൺ DJ സ്പാർക്ക്. അതും ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇത് പറത്താൻ എനിക്ക് വലിയ പേടിയാണ്. പോയിട്ട് തിരിച്ചു ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ കൊടുക്കും, വില വരുവാണെങ്കിൽ കൊടുക്കും. എന്റെ കയ്യിൽ ഉള്ള ആന്റിന എന്ന് പറഞ്ഞാല് ഇത് റിപ്പീറ്ററിന് സാധാരണ ഉപയോഗിക്കുന്ന ആന്റിനയാണ് F23. F23 എന്ന് പറയുന്നതാണ്. അത് ഡയമണ്ടിന്റെ ആണ്. പിന്നെ അപ്പുറത്തിരിക്കുന്ന പറഞ്ഞാല് അതിനെയാണ് മൂങ്ങ ആന്റിന എന്ന് കളിയാക്കി വിളിക്കും. ബീം 1 2 3 4 എലമെന്റ്. അത് ബീമാണ് എന്ന് വെച്ചാൽ ഡയറക്ഷണൽ ആന്റിന. ഇത് ഒമ്നി ഡയറക്ഷണൽ ആന്റിന. നമ്മള് വിടുന്ന വാട്ടുകൾ ചുറ്റുവട്ടത്തും പോകും. മറ്റേത് നമ്മൾ എങ്ങോട്ടാണോ അപ്പൊ അതിനെ OW ആന്റിന പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് വൈഡ് ബാൻഡ് ലോ നോയിസ് ആണ്. എന്ന് വെച്ചാൽ 1 വാട്ട് വിട്ടാൽ 5 വാട്ടിന്റെ പവറിൽ പോകും. ഇതെന്താ ഇത് എന്ന് പറഞ്ഞാല് ഇത് ആസ്ട്രേലിയൻ മേഡ് ഒരു ആന്റിനയാണ്. ഇത് നമുക്ക് FM DX ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്ക് മറ്റുള്ള ആന്റിന വെച്ച് കിട്ടാത്ത പല സാധനങ്ങളും ഈ ആന്റിന വെച്ചാൽ കിട്ടും. എനിക്ക് ഈ ആന്റിനയിൽ ഏതാണ്ട് 19 FM സ്റ്റേഷൻ കിട്ടും. FM വേണ്ടി മാത്രമുള്ള ആന്റിന. ഇതെന്താ ചെയ്യിപ്പിച്ചാണോ? അല്ലല്ല, ഇത് ആസ്ട്രേലിയൻ ആന്റിന. അവിടുന്ന് കൊണ്ടുവന്നേ? അല്ലല്ല, അത് നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്താൻ പറ്റും. ബാംഗ്ലൂർ അവരുടെ ഓഫീസുണ്ട്. അവരുടെ ഓഫീസ് പറഞ്ഞാൽ 2800 രൂപ. ഇത് ഏത് സെറ്റിലാണ് കൊടുത്തേക്കുന്നത്? ഇത് ഞാൻ താഴെ ഒരു പിന്നെ ഓങ്കിയുടെ റിസീവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ നെറ്റിലൂടെ റേഡിയോ ഉണ്ടല്ലോ, എന്താണ് അതിന് പറയുന്നത്, റേഡിയോ ഗാർഡൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ മൊബൈലിൽ എല്ലാ ലോകത്തുള്ള എല്ലാ FM സ്റ്റേഷനും കേൾക്കാൻ. അപ്പൊ അത് കാരണം പിന്നെ ഞാനത് HFന്റെ ആന്റിന എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇതാണ് 7 MHz എന്റെ ഒരേ ഒരു ആന്റിന. HFന്റെ 7 MHz ആന്റിന. ഇതെന്താണ്? അത് മറ്റേ പോർസലൈൻ കണക്ട് വെച്ചിട്ട് ഇത് ഒരെണ്ണം അവിടെയും ഒന്ന് അവിടെയും കിട്ടി. മാവിലും കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് എത്തിയേക്കുന്നത്. ഇതെന്താ നോർമൽ കേബിൾ? സാധാരണ കേബിൾ, സാധാരണ വയറ്. വയറ് നമ്മള് വയറിങ്ങിന് ഉപയോഗിക്കുന്ന, വീട്ടില് വയറിങ്ങിന് ഇലക്ട്രിഫിക്കേഷൻ ഉപയോഗിക്കുന്ന 1 സ്ക്വയർ അതാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ആന്റിനയുടെ വിഷയം. അവിടെ എങ്ങനെ അതെന്തോ അങ്ങനെ അവിടെ കപ്പയിട്ട് കെട്ടി വെച്ചിരിക്കുക. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് പൊക്കോ താക്കോ വേണമെങ്കിൽ ചെയ്യാം. അതിനുവേണ്ടി താഴെ ഞാൻ കപ്പിയിൽ താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ തൊട്ടിക്കകത്ത് വെയിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഈ ആന്റിന ഒരിക്കലും പൊട്ടത്തില്ല. ഇത് പൊങ്ങുകയും താഴെയും ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം കോമ്പൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അതാണ് സംഭവം. ഇതെന്റെ ബീം പണ്ട് ഉണ്ടായിരുന്ന അതിന്റെ അവസ്ഥ കൂടെ ആണ്. അത് ഉപയോഗിക്കാതിരുന്നിരുന്ന പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇവിടെ ബീം വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ തൊട്ട് നിൽക്കുന്ന ഈ മരം കാരണം ഇത് കറക്റ്റ് കൊണ്ട് അവിടെ പോയി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആയൂരുള്ള ഒരു VAD എന്നൊരു ഹാമുണ്ട്, വിനോദ്. അദ്ദേഹം ഉണ്ടാക്കി തന്ന എനിക്കൊന്നൊരു 15K 15,000 രൂപ ഒരു 6 വർഷം മുമ്പ് ചെലവായ ഒരു ആന്റിനയാണ്. സിംഗിൾ ബാൻഡ് മാത്രമേ സിംഗിൾ 20 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരുപാട് സ്റ്റേഷൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 20 മീറ്ററിൽ നല്ല കണ്ടീഷനുള്ള DX. പിന്നെ അതിന് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150ഓളം സ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടുവാണെങ്കിൽ ഹൈറ്റ് കൂട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റേഷൻ കിട്ടും. അപ്പൊ ഒരുപാട് സ്റ്റേഷൻ കിട്ടും. ഇപ്പൊ കിട്ടത്തില്ല. ഇപ്പൊ അതിന്റെ എല്ലാ എലമെന്റ്സ് എല്ലാം പോയി. അതേപോലെ ഇരിക്കുവായിരുന്നു. അതേപോലെ എലമെന്റ്സ് ഇങ്ങനെ പരന്നിരിക്കുവായിരുന്നു. അത് വെർട്ടിക്കലായിരുന്നു, ഇത് ഹൊറിസോണ്ടലായിരുന്നു. അപ്പൊ ഇത് ചാഞ്ഞു പോയതാണ്. അത് വെച്ച് കഴിഞ്ഞാല് ഇത് കറക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ മരത്തിൽ മുട്ടും.
അപ്പോൾ അത് കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റേഞ്ചിൽ ഒരു ഏരിയയിലോട്ട് തന്നെ ഇരുന്ന കാരണം അവിടെ നിന്ന് അങ്ങ് തുരുപ്പിച്ചു, അങ്ങനെ നശിച്ചു പോയത്. അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഷാക്കിന്റെ വിശേഷങ്ങൾ അല്ലേ? യെസ്. അപ്പം ഇനി അടുത്ത എന്താണ് എല്ലാം? അപ്പൊ എന്തായാലും നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാൻ വന്നതിലും ഷാക്ക് വിസിറ്റ് ചെയ്തതിലും വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ട്രാവൽ ടെക് മാനിയ എന്ന് പറയുന്ന എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ എടുക്കുന്ന നിയാസിന്റെ NH47 ബ്ലോഗ്സ് NH47 ബ്ലോഗ്സ് എന്നുള്ള ആ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ സഹധർമ്മിണി V2 യാങ്കി സീറ ബ്രാവോ YSP എന്ന സെലീന ബി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി വന്നാട്ടെ. അപ്പൊ ഇതാണ് വൈഫ് സെലീന ബിവി. ഞാൻ YSP ഞങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് 30 വർഷത്തോളായി. ലൈസൻസ് ഒക്കെ എടുത്തിട്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നൗഷാദ് കട ഹാം റേഡിയോ ഷാക്കും അദ്ദേഹത്തിൻ്റെ ഹോബീസും എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയുടെ ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഓഫായിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതുമില്ല. ഇതിപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലും സപ്പോർട്ട് ചെയ്യുക. ട്രാവൽ ടെക് മാനിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വിചാരിക്കുന്നു. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.